വെൽക്കം ടു ബിടെക് മേഡിയസി. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോയിൽ ജൂൺ 2022 നടത്തിയ S2 ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് ബി ക്വസ്റ്റ്യൻസിൽ തന്നെ മൊഡ്യൂൾ 2 പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ്റെ തന്നെ ബി പാർട്ടാണ്, കമ്പയർ ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പാർട്ട് എയിലും ചോദിക്കാം, പാർട്ട് ബിയിലും ചോദിക്കാം. അതായത് പാർട്ട് എയിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിലായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ പാർട്ട് ബിയിൽ സബ് ഡിവിഷൻസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് മാറി തിരിഞ്ഞും പാർട്ട് എയിലോ പാർട്ട് ബിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മാർക്കിനനുസരിച്ചിട്ട് പോയിന്റ്സ് എഴുതുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്ന ക്ലോസ്ഡ് പാത്തിനെ നമ്മൾ എന്തെന്ന് പറയും? മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയും. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ദ ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക് കറണ്ട് ഈസ് കോൾഡ് ആസ് ഇലക്ട്രിക് സർക്യൂട്ട്, വൈൽ ദ ക്ലോസ്ഡ് പാത്ത് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് കോൾഡ് ആസ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെന്താ നമ്മൾ പറയുന്നത്? അപ്പോൾ ക്ലോസ്ഡ് പാത്തിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ, വി ഈക്വൽ ടു IR അല്ലെങ്കിൽ EMF ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് നമുക്കറിയാം. അപ്പോൾ കറണ്ടിന്റെ ഇക്വേഷൻ എന്ത് എഴുതാം? കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? EMF ബൈ റെസിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കറണ്ടിന് മാഗ്നറ്റിക് സർക്യൂട്ടിൽ അനലോഗസ് ആയിട്ടുള്ളത് എന്താണ്? ഫ്ലക്സ് ആണ് അല്ലേ? അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? EMF is analogous to MMF. So MMF by reluctance ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇലക്ട്രിക് സർക്യൂട്ടിലെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണെങ്കിൽ, ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ആണ്. അതേപോലെ ഇലക്ട്രിക് സർക്യൂട്ടിലെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വോൾട്ടിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആംബിയർ ടേൺസിലാണ്. ഈ ആംബിയർ ടേൺസ് എന്ന് പറഞ്ഞാൽ MMF ഇസ് ഈക്വൽ ടു N ഇൻറ്റു I എന്ന ഇക്വേഷൻ വരുന്നതാണ് നമ്മൾ ഈ ആംബിയർ ടേൺസ് എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് നമുക്ക് റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടിന്റെ ഫ്ലോവിനെ ഒപ്പോസ് ചെയ്യുന്നതിനെ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. R ഈക്വൽ ടു ρL ബൈ E. അത് ഓമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന് പകരം അനലോഗസ് ആയിട്ടുള്ളത് എന്താണ്? റിലക്റ്റൻസ് ആണ്. അപ്പൊ റിലക്റ്റൻസ് എന്താ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫ്ലോവിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫ്ലോവിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് എന്ന് പറയുന്നത് S വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താണ്? L ബൈ മ്യൂ E. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എസിന്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് പെർ വെബർ ആണ്. ഓക്കെ, എങ്ങനെയാണ് ഈ ആംബിയർ ടേൺസ് പെർ വെബർ വന്നത്? നമ്മൾ പറഞ്ഞു ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് എന്താണ്? കറണ്ടിന് അനലോഗസ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം അത് കറണ്ട് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു MMF എന്ന് പറയുന്നത് എന്താണ്? NI ആണ്, അതായത് ആംബിയർ ടേൺ ആണ്. റിലക്റ്റൻസ് നമുക്ക് അങ്ങനെ എടുക്കണ്ട, നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കാം. അതായത് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ അതെന്ന് റിലക്റ്റൻസ് എന്തായിട്ട് വരും? റിലക്റ്റൻസ് ഇസ് ഈക്വൽ ടു MMF ഡിവൈഡഡ് ബൈ ഫ്ലക്സ് എന്ന് വരുമല്ലോ. അപ്പൊ MMFന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ടേൺസ്. ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? വെബർ. അപ്പൊ ആംബിയർ ടേൺസ് പെർ വെബർ. ഇങ്ങനെയാണ് നമുക്ക് റിലക്റ്റൻസിന്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കണ്ടക്ടൻസ് ആണ്. അതായത് കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു 1 ബൈ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിലെ കണ്ടക്ടൻസ് അനലോഗസ് ആയിട്ടുള്ളത് എന്താണ്? പെർമിയൻസ് ആണ്. അതായത് പെർമിയൻസ് ഈക്വൽ ടു 1 ബൈ റിലക്റ്റൻസ് ആണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് അറിയേണ്ടുന്ന ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ കമ്പാരിസൺ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് നോക്കാതെ ആരും പോകരുത്.